ആദർശിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ നയനയും ആദർശവും ഹോസ്പിറ്റലിൽ നിന്നൊക്കെ സന്തോഷ വാർത്തയൊക്കെ അറിഞ്ഞിട്ട് അവർ നേരെ കനകയുടെയും ഗോവിന്ദൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. അവർ അവിടെ ചെല്ലുന്ന സമയത്താണെങ്കിൽ എല്ലാവരും വിവാഹ നിശ്ചയം മുടങ്ങിയതിൻ്റെയൊക്കെ ഒരു വിഷമത്തിലൊക്കെ അവർ ഇരിക്കുക കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ആദർശ് പറയുന്നുണ്ട്, എല്ലാവരും വിവാഹ നിശ്ചയം മുടങ്ങിയതിൻ്റെ വിഷമത്തിൽ ഇരിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സന്തോഷ വാർത്ത പറയാം. നയനയും കൂടെ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് വന്നതാണ്. ഇപ്പം ഒരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും വീണ്ടും ഒരു മുത്തശ്ശൻ്റെ മുത്തശ്ശിയാവാൻ വേണ്ടി ഒരുങ്ങിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത് കേൾക്കുന്ന സമയത്താണെങ്കിൽ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ നമ്മൾ നവ്യാണെങ്കിൽ ഓടി വന്ന് നയനെ കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഇവരാണെങ്കിൽ നേരെ അനന്തപുരിയിലോട്ട് പോകുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ ജലജ ചോദിക്കുന്നുണ്ട്, എന്താ പറ്റി നയനയ്ക്ക് തലയിറങ്ങി വീഴാൻ, ആ കരൾ ദാനം ചെയ്തതിൻ്റെ അതിനെന്തെങ്കിലും പ്രശ്നമാണോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്താണെങ്കിൽ അതുകൊണ്ടാണോ നയന തലയിറങ്ങി വീണതെന്നൊക്കെ ഇങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ ആദർശ് പറയുന്നുണ്ട്, ദേവേനെടുത്ത് അമ്മ ടെൻഷനൊന്നും ആവണ്ട, നയനയ്ക്കൊരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല, എന്തായാലും അമ്മ ഒരു മുത്തശ്ശിയാവാൻ പോകുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കേൾക്കുന്ന സമയത്താണെങ്കിലും നമ്മളെ ദേവ്യാനിക്കാണെങ്കിൽ നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പക്ഷേ നമ്മളെ ജലജയ്ക്കും ജാനകിക്കാണെങ്കിലും അത് അങ്ങോട്ട് കേട്ടിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നതും ഇല്ല കേട്ടോ. അപ്പം ഇതൊക്കെയാണ് നാളത്തെ പ്രൊമോ റിവ്യൂ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.